ഹലോ. ഞാനുണ്ടല്ലോ പണ്ട് തൊട്ടേ കുറച്ച് അഡ്വഞ്ചറിൻ്റെ ഒക്കെ ഒരാളാണ്. ഈ മാവിൻ്റെ മുകളിൽ കയറി മാങ്ങ പറിക്കുക, സൺഷെയ്ഡിൻ്റെ മുകളിലുള്ള പുല്ല് പറിക്കുക, ഈ ടൈപ്പൊക്കെ. നല്ലവരായ നാട്ടുകാർ മരം കയറി എന്നൊക്കെ വിളിക്കും, പക്ഷെ അതിനിപ്പോൾ ഇവിടെ പ്രസക്തിയില്ല. അങ്ങനത്തെ ഒരു അഡ്വഞ്ചറിൻ്റെ കഥ കേട്ടാലോ? ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയമാണ്. അച്ഛനാണെങ്കിൽ ഗൾഫിലും. വീടിൻ്റെ ഉമ്മറത്തുള്ള കിണറ്റിൽ നിറച്ച് പുല്ല് വളർന്നിട്ടുണ്ട്. സാധാരണ സഹായത്തിന് വരുന്ന ആൾക്കാർക്കൊക്കെ പല പല തിരക്കുകൾ. സ്വന്തം അനിയനോട് പറഞ്ഞപ്പം അവന് പുച്ഛം, വേണമെങ്കിൽ ഒറ്റക്കിറങ്ങി പറിച്ചോന്ന്. എൻ്റെ ഉള്ളിൽ ബോധം കെട്ട് കിടന്നിരുന്ന ഫെമിനിസ്റ്റിനെ ഉണർത്താൻ ഈ പുച്ഛം ധാരാളമായിരുന്നു. അമ്മേനോട് പറഞ്ഞ ആരെങ്കിലും ഒരു കയറും കെട്ടി ഒറ്റക്കിറങ്ങി ഞാൻ കിണറ്റിൽ. എൻ്റെ പോരാളി പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നല്ല സപ്പോർട്ടായതുകൊണ്ട് കട്ടയ്ക്ക് കൂടെ നിന്നു. പുല്ലെല്ലാം പറിച്ച് കിണറ്റിലിട്ട് അതെല്ലാം വാരി കൊട്ടയിലാക്കി മുകളിലേക്ക് എത്തിച്ചു. ഉഫ്, കിണറ്റിൻ്റെ ഉള്ളിൽ നിന്നായിരുന്നു എനിക്ക് കാർഗിൽ പിടിച്ചടക്കിയ മേജർ മഹാദേവിനേക്കാൾ അഹങ്കാരമായിരുന്നു. പക്ഷേ പണി കിട്ടി. കിണറ്റിൽ ഇറങ്ങാൻ കാണിച്ച സഹകരണം തിരിച്ചു കയറാൻ എൻ്റെ കാലെന്നോട് കാണിച്ചില്ല. നനഞ്ഞൊട്ടി നെഹീന്ന് പറഞ്ഞ് അവിടെ ഉറച്ചങ്ങോട്ട് നിന്നു. എത്ര വലിച്ചിട്ടും കൂടെ പോന്നില്ല. ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു. പിന്നീട് ഓരോ തവണ മുകളിലേക്ക് നോക്കുമ്പോഴും കിണറ്റിൻ്റെ ചുറ്റുമുള്ള തലകളുടെ എണ്ണം അങ്ങനെ കൂടി വരുന്നു. അമ്മയുടെ കരച്ചിൽ കണ്ടിട്ട് റോട്ടിൽ കൂടെ പോയ ആൾക്കാരൊക്കെ അമ്മയ്ക്കൊരു കമ്പനിക്ക് ജോയിൻ ചെയ്തതാണേ. കുട്ടീനെ എങ്ങനെയെങ്കിലും മുകളിലേക്ക് എത്തിക്കണം, ഫയർഫോഴ്സിനെ വിളിക്കുന്ന ആത്മാർത്ഥതയുള്ള ഏതോ ഒരു നാട്ടുകാരൻ. ഇന്നൊക്കെയാണെങ്കിൽ വൈറലായില്ലെങ്കിലും മിനിമം എയറിലെങ്കിലും ആവണ്ടായിട്ടാണ്. അവസാനം വീരശൂര പരാക്രമീനെ മുകളിലേക്ക് എത്തിക്കാൻ ഒരു കോണിയും എക്സ്ട്രാ 2 കയറും വേണ്ടി വന്നു കേട്ടോ. അഡീഷണലായിട്ട് ഒരാഴ്ച പനിയും അച്ഛൻ്റെ ചീത്തയും, പോരാത്തതിന് ലോക്കലായിട്ടൊരു പബ്ലിസിറ്റിയും. ഇന്നിപ്പോൾ അത്രയ്ക്കൊന്നുമില്ലെങ്കിലും ചെറിയൊരു അഡ്വഞ്ചറിൻ്റെ പുറകെയാണ് ഞാൻ. നമ്മുടെ പാലൂർക്കോട്ടയുടെ മുകളിലേക്ക് എത്താൻ കുറേ കാലമായിട്ടുള്ള ആഗ്രഹമാണേ. അപ്പം എന്നാ പോവല്ലേ?